നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇറാൻ പറക്കും, എന്നാൽ എവിടെ വരെ പറക്കുമെന്ന് അമേരിക്ക തീരുമാനിച്ചു വെച്ചു. അതെ, ഇറാന്റെ ആകാശയാത്രകളെ തകർത്തെറിഞ്ഞത് US. ഉപരോധത്തിൽ കെട്ടിവരിഞ്ഞു മുറുക്കി വെച്ചിരിക്കുകയാണ് ഇറാനെ. റെയ്സിയുടെ മരണത്തിന് അമേരിക്കയുടെ കൈയുണ്ട്. ഏറ്റവും കാലപ്പഴക്കം ചെന്ന ഹെലികോപ്റ്ററിലാണ് ഇബ്രാഹിം റെയ്സി യാത്ര ചെയ്തിരുന്നത്. ഇത് അപകടമെന്ന് അറിയാമായിരുന്നു. എന്നാൽ മറ്റു വിമാനങ്ങളോ കോപ്റ്ററുകളോ ഇറാന്റെ പക്കലില്ല. ആകാശയാത്രകളെ ഭയപ്പെടുകയാണ് ഇപ്പോൾ ഇറാൻ ഭരണകൂടം. റെയ്സിയുടെ ഗതി വരുമോ എന്ന ഭയം. 1979 വിപ്ലവത്തിന് പിന്നാലെ ഇറാന് പുതിയ വിമാനങ്ങളും വിമാന ഘടകങ്ങളും നൽകുന്നത് US-ഉം യൂറോപ്യൻ രാജ്യങ്ങളും നിർത്തിവെച്ചത് ശരിക്കും തളർത്തിയത് ഇറാന്റെ ആകാശയാത്രകളെയാണ്. ബോയിംഗ്, എയർബേസ് കമ്പനികളാണ് യാത്രാ വിമാന നിർമ്മാതാക്കൾ എന്നതിനാൽ ഇരുവരിൽ നിന്നും ഇറാനിലേക്ക് ഒരു വിമാനവും പിന്നെ എത്തിയില്ല. ലോകത്തെ ഏറ്റവും പഴക്കമുള്ള വിമാനങ്ങൾ സർവീസ് നടത്തുന്ന രാജ്യമാണ് ഇറാൻ. ശരാശരി 25 വയസ്സും അതിൽ കൂടുതലുമാണ് ഓരോ വിമാനത്തിനും. എന്നേ സർവീസിൽ നിന്ന് വിരമിച്ച മോഡലുകളാണ് ആഭ്യന്തര സർവീസുകൾക്ക് രാജ്യം ഉപയോഗിച്ചു പോരുന്നത്. മക്ഡൊണാൾഡ് ഡഗ്ലസ് MD-83, എയർബസ് A300, A310 തുടങ്ങിയവ. പ്രസിഡന്റിന്റെ ജീവനെടുത്ത ഹെലികോപ്റ്റർ 1998 ശേഷം ഉൽപ്പാദിപ്പിക്കപ്പെട്ടിട്ടില്ല. ഇറാൻ ഹെലികോപ്റ്ററുകൾ നവീകരിക്കാൻ 2015 ജർമ്മനി സന്നദ്ധത അറിയിച്ചിരുന്നുവെങ്കിലും അത് നടന്നില്ല. രാജ്യത്തെ എഞ്ചിനീയർമാരുടെ മിടുക്കാണ് ഇവ ഇപ്പോഴും പറക്കാൻ സഹായിക്കുന്നതെന്ന് മാത്രം. റഷ്യയുമായും ചൈനയുമായും അടുത്ത ബന്ധം സൂക്ഷിക്കുമ്പോഴും വ്യോമ ഗതാഗത രംഗത്ത് കാര്യമായ സഹകരണം ഉണ്ടാക്കുന്നില്ലെന്നതാണ് ചിത്രം കൂടുതൽ മോശമാക്കുന്നത്. ഇറാനുമേൽ US തുടരുന്ന ഉപരോധമാണ് ദുരന്തത്തിന് കാരണമെന്ന് മുൻ വിദേശകാര്യമന്ത്രി മുഹമ്മദ് ജവാദ് സരീഫ് ആരോപിച്ചിരുന്നു. റെയ്സിയുടെ മരണത്തിൽ വിറച്ച ഇറാനെ അതിലും തളർത്തിയത് അപകട സ്ഥലത്ത് കണ്ട കാഴ്ചകളാണ്. അവസാനിക്കാത്ത പ്രതീക്ഷയുടെ നാമ്പുമായി ജുൽവയിലെ ദുരന്ത സ്ഥലത്തെത്തുമ്പോൾ ആദ്യ കാഴ്ച തന്നെ എല്ലാം അവസാനിപ്പിച്ചു കളഞ്ഞുവെന്ന് രക്ഷാസംഘങ്ങളുടെ വെളിപ്പെടുത്തൽ. പ്രസിഡന്റ് ഇബ്രാഹിം റെയ്സിയുടെയും വിദേശകാര്യമന്ത്രി അമീർ അബ്ദുല്ലാഹിയാന്റെയും മൃതദേഹങ്ങൾ അടുത്തടുത്താണ് കിടന്നിരുന്നത്. 15 മണിക്കൂറെടുത്ത രക്ഷാപ്രവർത്തനത്തിനൊടുവിലായിരുന്നു തകർന്ന ഹെലികോപ്റ്ററിനരികെ എത്തിയത്. രാത്രി കാഴ്ച സൗകര്യമുള്ള തുർക്കിയ ഡ്രോൺ നൽകിയ സൂചന പ്രകാരമായിരുന്നു രക്ഷാപ്രവർത്തകർ സ്ഥലത്തെത്തിയതും ഞൊടിയിടയിൽ നടപടികൾ പൂർത്തിയാക്കിയതും. സാങ്കേതിക തകരാറാണ് അപകട കാരണമെന്നാണ് ഔദ്യോഗിക വിശദീകരണം. എന്നാൽ ഇറാൻ മാധ്യമങ്ങളിൽ നിന്ന് വരുന്നത് ഇത് മൊസാദിന്റെ കളിയാണെന്ന് തന്നെയാണ്. പലപ്പോഴായി പല ഘട്ടങ്ങളിലായി ഇറാനുമേൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് അമേരിക്ക. ഇതെല്ലാം ഒരു പരിധിക്കപ്പുറം ഇറാൻ വളരാതിരിക്കാൻ അമേരിക്ക ഇറക്കിയ പ്ലാൻ B തന്നെയാണ്. ലോകരാജ്യങ്ങൾ ഏറെ ഭയപ്പാടോടെ നോക്കുന്ന രാജ്യമാണ് ഇറാൻ. ഭീകര സംഘടനകളെ പാലൂട്ടി വളർത്തുന്നത് ഈ രാജ്യമാണ്. വൻതോതിലാണ് ഇറാൻ ആണവ പരീക്ഷണങ്ങൾ നടത്തുന്നത്. ഇത് ലോകത്തെ ഭയപ്പെടുത്തുന്നുണ്ട്. ആണവ പദ്ധതിയുടെ പേരിൽ ഇറാനെതിരെ അമേരിക്ക ഉപരോധം ചുമത്തിയിരുന്നു. ബറാക് ഒബാമ പ്രസിഡന്റായ വേളയിൽ ഉപരോധം പിൻവലിച്ചുവെങ്കിലും ഡൊണാൾഡ് ട്രംപ് വന്നതോടെ പുനഃസ്ഥാപിക്കപ്പെട്ടു. പിന്നീട് വന്ന ജോ ബൈഡൻ ഭരണകൂടം പല ഘട്ടങ്ങളിലായി ഉപരോധം ശക്തിപ്പെടുത്തി. ഏറ്റവും ഒടുവിൽ ഇസ്രയേലിനെതിരെ പ്രത്യക്ഷ ആക്രമണം നടത്തിയപ്പോഴാണ് ഇറാനെതിരെ ഉപരോധം കടുപ്പിച്ചത്.